അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വീകരിച്ച തീരുമാനങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ് വന്നത്. അതായത് ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവിക തീരുമാനങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ വരുന്നത്. നമ്മുടെ ഒപ്പമുള്ളത് അൻഷിഫ് ഉസ്താദാണ്. അതായത് സൈക്കോളജിയിൽ ഡിഗ്രി എടുത്തിട്ട് ഈ വിഷയത്തിൽ ഗഹനമായ പഠനം നടത്തിയിട്ടുണ്ട്. ജോൺ നൈഡൻ തൻ്റെ ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള തൻ്റെ ബുക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വ വികസനത്തിനെ പറ്റി സൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റിയും സാമൂഹിക നേതൃത്വത്തെ പറ്റിയും പല യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈക്കൊണ്ട പലതിനെ പറ്റിയും അദ്ദേഹം സൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. ഈ ജോൺ ഐഡൻ എന്ന് പറയുന്ന ആൾ മാനേജ്മെന്റിങ്ങിൽ വളരെ ഗഹനമായ പഠനം നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പ്രത്യേകിച്ച് ഹവാസിൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെല്ലാം പിന്തിരിഞ്ഞോടിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാണിച്ച ധൈര്യത്തെ പറ്റിയിട്ട് അദ്ദേഹം അതിൽ സസൂക്ഷ്മം വീക്ഷിച്ച് അദ്ദേഹം പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൊരു നേതാവ് സ്വീകരിക്കേണ്ട ധൈര്യത്തെ സംബന്ധിച്ചും ഏത് പ്രതികൂല സാഹചര്യത്തിലും നെഞ്ചുയർത്തി നിൽക്കുന്ന നേതാവിനെ പറ്റിയെല്ലാം അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അഹങ്കാരത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ലീഡേഴ്സിന് ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അഹങ്കാരം തന്നെയാണ്. ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ തങ്ങളാണ് വലിയവർ, തൻ്റെ താഴെയുള്ളവരൊക്കെ തൻ്റെ അടിമകളെ പോലെയാണ് എന്ന രൂപത്തിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും തൻ്റെ കൂടെയുള്ളവരോട്, തൻ്റെ അനുയായികളോട് വളരെ സൗമ്യമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെ നമ്മൾ ഹിജ്റ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തൻ്റെ സ്വന്തം തടി നോക്കിയിട്ട് ഹിജ്റ പോവുകയല്ല ചെയ്തത്, മറിച്ച് തൻ്റെ അനുയായികളെ മുഴുവൻ ഒരു ലക്ഷ്യസ്ഥാനത്ത് ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിജ്റക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, 10 വർഷത്തോളം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ടും ഒരു വട്ടം പോലും എന്നോട് എന്നുള്ളൊരു വാക്ക്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഇത് ചെയ്തു, അതല്ലെങ്കിൽ ഇത് ചെയ്തില്ല, ഇത് ചെയ്തത് തെറ്റായി പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ അതിനൊരു സന്ദർഭം അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ശരിയാണ്. നമ്മളൊരു കീഴ് ഉദ്യോഗസ്ഥനാകുമ്പോൾ അനസ് ബിൻ തങ്ങൾ ഖാദിമായിട്ട് പോലും ഒരിക്കൽ പോലും അങ്ങനത്തെ സന്ദർഭം അനസ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ പറയാനുള്ളത്. നമുക്ക് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എൻ്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്, അല്ല ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്ന്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ അനുയായിയെയും പരിഗണിച്ചിരുന്നു. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും എത്ര തകർന്ന സ്വഹാബിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ട് പ്രോത്സാഹനം നൽകിയിട്ട് കൂടെ നിർത്തുന്ന സംഭവങ്ങളുണ്ടല്ലോ അല്ലേ? അതെ, ഒരു ചരിത്രത്തിൽ കാണാം, ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ സന്ദർഭത്തിൽ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, മറ്റെല്ലാ അനുയായികളും ഉണ്ട്. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ ഏൽപ്പിക്കാം, ഇവരോട് ചെയ്തു കൊടുക്കുന്നവന് പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും കൂടെ നിന്നുകൊണ്ട്, അതായത് അനുയായികളുടെ കൂടെ, തൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ലീഡർഷിപ്പായിരുന്നു. അതായത് ഇപ്പോൾ മസ്ജിദ് നബി മദീനയിലെ പള്ളി നിർമ്മിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല് ചുമന്നുകൊണ്ട് പോയിരുന്നു. സഹാബത്ത് പറഞ്ഞു, നബിയെ അങ്ങ് എടുക്കണ്ട, അങ്ങയുടെ കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 2 കല്ലെടുക്കാം, അങ്ങ് കല്ലെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കല്ലെടുത്തിട്ട്. അതുപോലെ ഖന്തക് യുദ്ധത്തിൽ ആ കിടങ്ങ് കുഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് കല്ല് കെട്ടിയ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുപഠിച്ച സ്വഹാബികളാണല്ലോ പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങളായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ചരിത്രം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാത്രി കണ്ണ് കാണാത്ത വൃദ്ധയെ ഒറ്റയ്ക്ക് പോയി സഹായിക്കലും ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് പ്രജാക്ഷേമം ഉറപ്പുവരുത്തുന്ന ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോട്ടിവേഷൻ ഓരോ അനുയായികളും, പ്രത്യേകിച്ച് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുകൊണ്ട് എന്താണ് കഴിവ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള മോട്ടിവേഷൻ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ടൊരു തൻ്റെ അനുയായികളെ ഉയർന്ന രീതിയിൽ കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയായിരിക്കണം. ഇന്ന് നിലവിൽ
ഏതൊക്കെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അത് പൊട്ടിക്കലാശായി പോവുകയാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണമുണ്ട്. അത് മാനേജ്മെന്റിങ്ങിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഇടിവ് കൊണ്ട് ഒരുപാട് തകർച്ച വരുന്നുണ്ട്. എന്നാൽ നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ എന്നും പ്രൗഢമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. അതിന് കാരണം എന്തായിരിക്കും? പ്രധാനമായും അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത്, അതായത് ഒരു പ്ലാനിങ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിന് പ്ലാനിങ് വേണം. അതല്ലെങ്കിൽ ഒരു നിലപാടുകളും മറ്റു ലക്ഷ്യങ്ങളൊക്കെ വേണ്ടി വരും. നിലപാടുകളും ലക്ഷ്യങ്ങളും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷനാണ്. അതായത് സബോർഡിനേഴ്സും അല്ലെങ്കിൽ സുപ്പീരിയറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഏത് ബിസിനസ്സിനും പ്രധാനപ്പെട്ടതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഏതൊരു ബദർ യുദ്ധമാവട്ടെ അല്ലെങ്കിൽ ഹന്തക് യുദ്ധം, അങ്ങനെയുള്ള യുദ്ധങ്ങളുടെ മുമ്പൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. നബി തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിൽ നിന്ന് നബി തങ്ങൾ പറയുന്നതാണ് അവിടെ എന്ത് വിധി. പക്ഷെ എന്നിട്ട് കൂടി നബി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വഹാബത്തിനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹന്തക് യുദ്ധത്തിൽ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. ഉഹുദ് യുദ്ധത്തിലും അതേ അവസ്ഥയാണല്ലോ ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയായിരുന്നു അവിടെ നിന്നാൽ വിജയമുണ്ടെന്ന് അറിഞ്ഞിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഷാവർ ചെയ്തപ്പോൾ ബദറിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് സ്വഹാബികളും കുറച്ച് രക്തത്തിളപ്പുള്ള സ്വഹാബികളൊക്കെ പുറത്തുപോയി അങ്ങോട്ട് പോയി നേരിടണമെന്ന് പറഞ്ഞിട്ടും തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ പിന്നീട് ഉഹുദിന്റെ പരാജയത്തിന് കാരണമായിട്ട് ഉലമാക്കളും സീറ എഴുതുന്ന ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. ഇനി ഉസ്താദ്, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെലവഴിക്കുന്നത് വരെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സുബഹിക്കാണ്, രാവിലെയാണ് ഒരു സമ്പത്ത് ലഭിച്ചെങ്കിൽ കൈലൂലത്തിന് മുമ്പ് അത് കൊടുത്ത് തീർക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഇനി ളുഹറിനാണ് കിട്ടിയിരുന്നെങ്കിലോ അത് മഗ്രിബിനുള്ളിൽ അത് കൊടുത്തു തീർക്കുമായിരുന്നു. പ്രത്യേകിച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പത്ത് വീതിച്ചു കൊടുത്തിരുന്ന സ്വഹാബി. ആ ബിലാൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു ളുഹറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചു, അത് ചെലവഴിച്ചു. എത്ര ചെലവഴിച്ചിട്ട് തീരുന്നില്ല. അങ്ങനെ തീർന്നത് പിറ്റേന്നത്തെ ളുഹറിനാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർത്തിവെച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത് കൊടുത്തു തീർക്കാതെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന്. ഇങ്ങനെ ഉദാരതയുടെ ഒരുപാട് ആസ്പെക്ട് നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതെ, മഹാനായ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരു സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് ആവശ്യപ്പെട്ട സമയത്ത് 2 മലകൾക്കിടയിൽ മേയാൻ പാകത്തിനുള്ള ഒട്ടകങ്ങളെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ധർമ്മമായിട്ട് നൽകിയത്. അതുപോലെ തന്നെ ഹക്കീം ഇബ്നു ഹിസാം, അതിനുശേഷം അദ്ദേഹം, ഞാൻ ഓർക്കുന്നുണ്ട്, അതിനുശേഷം അദ്ദേഹം ഗോത്രത്തിൽ ചെന്നിട്ട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മുസ്ലിം ആവൂ, എന്നാൽ മുഹമ്മദ് ദാരിദ്ര്യം വരാത്ത അത്ര നിങ്ങൾക്ക് സമ്പത്ത് തരുമെന്നൊക്കെ. അതെ, അതുപോലെ തന്നെയാണ് ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന സഹാബി. അദ്ദേഹത്തിനും ആദ്യം ചോദിച്ച സമയത്ത് ഒരു 100 ഒട്ടകം നൽകി, പിന്നെയും ചോദിച്ചപ്പോൾ 100, അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങൾ, 100 കണക്കിന് ഒട്ടകങ്ങൾ ഒരുപാട് പേർക്ക് നൽകിയതായ ചരിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ കഴിയും. അതായത് 60ഓളം സ്വഹാബത്തിന്റെ പേരുകൾ നമുക്ക് കിതാബുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കൊണ്ടുകൊടുത്തു. അങ്ങനെ ഈ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിട്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നബി തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം, ആ വസ്ത്രം സ്വഹാബത്തിലേക്ക് മനസ്സിലായിട്ടുണ്ട്, അത് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ചു, നബി ഇത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ സമയത്ത് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയതിനു ശേഷം ബാക്കിയുള്ള സഹാബത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ചോദിച്ചത്? കാരണം നബി തങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണ്, നിങ്ങൾ എന്തിനാണ് ചോദിച്ചത്? ഇപ്പം നിങ്ങൾ ഒരിക്കലും ചോദിച്ചാൽ കൈ തട്ടി കളയുകയില്ല, തിരിച്ചു കളയുകയില്ല, നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ചോദിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എത്ര വേണമെങ്കിലും കൊടുക്കും എന്നുള്ളതായിരുന്നു. ശരിയാണ്, രാജാക്കന്മാരെ നാണിപ്പിക്കുന്ന ഒരു ഉദാരതയായിരുന്നു ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ജനിച്ച അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയൂട്ടിയ കഥ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലൊരു കവിത പാടിയ സമയത്ത് അപ്പോൾ നബി തങ്ങൾക്ക് കിട്ടിയ ഗനീമത്ത് മുഴുവൻ ചിലവഴിക്കുകയാണ്. അത് ഏകദേശം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ 50 കോടിയോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 50 കോടി. നമ്മള് അപ്പൊ ചിന്തിക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സമയം നമ്മൾ ആലോചിക്കണം വേണം. ഈ 50 കോടി ധർമ്മം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്ന സമയത്ത് വെറും 20 സ്വാൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ പരിച പണയം വെച്ചിരിക്കുന്നു അല്ലേ, കുടുംബത്തിന്റെ അന്നത്തിന് വേണ്ടിയിട്ട്. ഒന്ന് ആലോചിക്കണം അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ 3-4 വീടുകളുള്ള ഒരുപാട് സ്വഹാബികൾ ഉണ്ടായിരുന്നു, സമ്പന്നരായ ഒരുപാട് സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഓരോരുത്തൊന്ന് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ പരിചയ പണയം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മാത്രല്ല 5 മലകൾ വന്നിട്ടല്ലേ ചോദിച്ചത്, നബിയെ ഈ
ഇപ്പൊ പറഞ്ഞാൽ മതി സ്വർണ്ണായി മാറാം എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആഖിറത്തിനെ തെരഞ്ഞെടുത്തു. എന്താണല്ലേ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കന്യകയേക്കാൾ ലജ്ജയായിരുന്നു. അതിനെ പറ്റി ഒന്ന്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി സമയമാണെങ്കിൽ പോലും വസ്ത്രം അഴിച്ചിട്ട് കൊണ്ട് കുളിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് മലക്കുകളെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിഗണിച്ചുകൊണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉമ്മത്തിന്റെയും ഒരാളുടെയും വേദന, അവരുടെ ന്യൂനതകൾ കാണിക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മരിക്കുവോളം ഒരു ആരുടെയും ന്യൂനത അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഒരു യുണീക്ക് ക്യാരക്ടറാണ്. ഏതൊരു ദർപ്പണത്തിലൂടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നോക്കി കഴിഞ്ഞാലും അവിടെ എപ്പോഴും മികച്ചു നിൽക്കുന്ന ഒരു പ്രതിരൂപമായിട്ട് ഹബീബ് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാ പറയാം, ഏറ്റവും നല്ലൊരു ഭർത്താവിനെ നമുക്ക് കാണണമെങ്കിൽ ആയിഷ ബീവിയുടെയും ഖദീജ ബീവിയുടെയും ഭർത്താവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോക്കിയാൽ പോരെ. ഏറ്റവും നല്ല പിതാവിനെ കാണണമെങ്കിലോ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ച ആ പിതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഇനി ഒരു നേതാവിനെ കാണണമെങ്കിലോ നമുക്കത് തന്നെ ചെയ്താൽ മതിയല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കിയാൽ മതി. ആ സ്വഹാബികളൊക്കെ എത്രയേറെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അവരിൽ നിന്ന് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ മാർഗത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് നമ്മൾ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.